2 മാസമായി വനംവകുപ്പിനെ ചുറ്റിച്ച മലപ്പുറം കാളികാവിലെ നരഭോജി കടുവ കൂട്ടിൽ കുടുങ്ങി. കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കടുവയുടെ മുഖത്ത് മുറിവേറ്റ പാടുകളുണ്ട്. കൂട്ടിൽ തലയിടിച്ചുണ്ടായ മുറിവാണെന്നാണ് നിഗമനം. ആദ്യം കടുവയുടെ ദൃശ്യങ്ങളിലേക്ക്. എന്തായാലും അതിന് ശൗര്യത്തിനൊട്ടും കുറവില്ല. ഒരാളെ കൊന്ന കടുവയാണത്. സ്വാഭാവികമായും നാട്ടുകാരുടെ ഒരു പ്രതിഷേധം. അപ്പോൾ അത് കടുവയാണ്, മൃഗമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും കൂട്ടത്തിൽ ഒരാളെ കൊന്ന കടുവയാണ്. അതിനോടുള്ള പ്രതികരണമാണ് ആ കൂവലിൻ്റെ രൂപത്തിലൊക്കെ അവിടെ കേൾക്കുന്നത്. സ്ഥലത്ത് വിപിൻ സി വിജയനുണ്ട്. വിപിൻ സി വിജയനിലേക്ക്. 2 മാസമായി കാളികാവ് കരുവാരുകുണ്ട് മേഖലയെ ഭീതിയിലാഴ്ത്തിയ വനം വകുപ്പിനെ കുഴക്കിയ ഇപ്പോൾ നരഭോജി കടുവ കൂട്ടിലായിരിക്കുന്നു. കരുവാരുകുണ്ട് സുൽത്താന എസ്റ്റേറ്റിനുള്ളിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയിരിക്കുന്നത്. ആ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. കടുവയുടെ മുഖത്ത് നെറ്റിയുടെ ഭാഗത്തായി മുറിവേറ്റിട്ടുണ്ട്. ഒരു പക്ഷേ ഈ കൂട്ടിലേക്ക് കയറുന്ന ഒരു സമയത്ത് അതിൻ്റെ കമ്പി എന്തെങ്കിലും തട്ടിയതായിരിക്കാം. അത് കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ സ്ഥിരീകരിക്കാനാവൂ. വളരെ ശൗര്യമുള്ള ഒരു കടുവ എന്ന് തന്നെ പറയാം. ആ കടുവയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24-ലൂടെ തത്സമയം പ്രേക്ഷകർ കാണുന്നത്. ഈ നാട്ടിലെ അത്രത്തോളം വിറപ്പിച്ച കടുവ ഏകദേശം 2 മാസങ്ങൾക്ക് മുൻപ് മെയ് മാസം ആദ്യമാണ് ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ ഈ നരഭോജി കടുവ കൊലപ്പെടുത്തിയത്. അത് ഇവിടെ തൊട്ടടുത്തുള്ള അടയ്ക്കാക്കുണ്ട് എസ്റ്റേറ്റിൽ വെച്ചായിരുന്നു. രാവിലെ 6:30 ടാപ്പിങ്ങിന് പോയ തൊഴിലാളിയായിരുന്നു. കടുവ പിന്നിൽ നിന്ന് ചാടി തൊട്ടടുത്തേക്ക് വലിച്ചു കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ചില ശരീരഭാഗങ്ങൾ കഴിച്ചു വന്നത് വളരെ ഭീതിയോടുകൂടിയാണ് ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും തന്നെ കേട്ടത്. അതിനുശേഷം വനം വകുപ്പ് ദൗത്യം ആരംഭിച്ചു. ഏകദേശം 2 ടീമുകളായി തിരിഞ്ഞ് 50-ലേറെ RRT സംഘങ്ങൾ ഉൾപ്പെടെ ഇവിടെ തമ്പടിക്കുകയായിരുന്നു ഈ കാളികാവ് കരുവാരുകുണ്ട് മേഖലയിൽ. അവിടെ നിന്ന് 50ഓളം ക്യാമറകൾ സ്ഥാപിച്ചു എന്നുണ്ടെങ്കിലും ഇതിലൊക്കെ പലതവണ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. നാട്ടുകാർ പലതവണ കടുവയെ കണ്ടു. പക്ഷേ അപ്പോഴും കടുവയെ പിടികൂടാനായി സാധിച്ചിരുന്നില്ല. പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചിരുന്നു കൂടുകൾ. അതിലെ ഒരു കൂട്ടിലാണ് സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിരവധി നാട്ടുകാരാണ് ഈ കടുവയെ കാണുന്നതിനൊക്കെ വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഈ കൂട് മൂടുന്നതിലെ നടപടികളിലേക്ക് വനം വകുപ്പ് കടന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് കൊണ്ടുപോയി അതിൻ്റെ ആരോഗ്യസ്ഥിതി നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും മറ്റ് നടപടികളിലേക്ക് വനം വകുപ്പ് കടക്കുക. ഇവിടേക്ക് തുറന്നു വിടണം തുടങ്ങിയ കാര്യങ്ങളിൽ പിന്നീടായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യുക. ഒരു ആശ്വാസമായല്ലേ? കുറച്ച് ആശ്വാസമാണ്, നല്ല ആശ്വാസമാണ്, സൂപ്പറായി. ഒരു ഭീതിയിൽ തന്നെ അതെ, കുറെ കാലമായിട്ട് ജനങ്ങൾ ഭീതിയിലാണ്. ഇവിടെ അതിനൊരു തീരുമാനമായിട്ടുണ്ട്. എന്താണ് ഇത്രയും കാലം ആൾക്കാർ ഭീതിയിലായിരുന്നു. ഇപ്പോൾ ടാപ്പിങ്ങിന് പോകാൻ പാടില്ല, ജോലിക്ക് പോകാൻ പാടില്ലാത്തൊരു രൂപത്തിലായിരുന്നു. ഇപ്പോൾ കുറഞ്ഞൊരു സമാധാനമുണ്ട്. ഇനിയും സാധനം ഉണ്ടെന്നാണ് നിഗമനം. അതുകൊണ്ട് അതിനും കൂടി ഒന്ന് കെണി വെച്ച് പിടിക്കുകയാണെങ്കിൽ ജനങ്ങളൊരു സേഫ്റ്റിയിൽ വരും. ഇവിടെ ഒന്നും കളയാൻ അയക്കൂല. ഇതിപ്പോൾ കഴിഞ്ഞ അതിൽ പുലിനെ പിടിച്ചപ്പോൾ പോലും പറഞ്ഞത് ഇവിടെ ഒന്നും ഇടൂല, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിടുമെന്ന് പറഞ്ഞു. അതും ഇവിടെ തന്നെ ഇട്ടിക്കണത്. അതുകൊണ്ട് ഇതിന് വേറെ കൊണ്ടുപോയിടണം. നമ്മളിവിടെ 67 ദിവസത്തോളമായി നമ്മൾ ഗഫൂർ നമ്മുടെ സഹോദരൻ മരണപ്പെട്ടതിന് ശേഷം പല ഭാഗത്തും പല പ്രദേശത്തും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കേരള സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് വെച്ചിട്ട് കടുവയ്ക്ക് വേണ്ട കെണിയിൽ പുലി കുടുങ്ങിയിട്ട് കരുവാരക്കുണ്ട് CIക്ക് നമ്മൾ വണ്ടി തടഞ്ഞ സമയത്ത് നമുക്ക് തന്ന വാക്ക് എന്താണെന്നല്ലേ ഈ നിൽക്കുന്ന ചെയ്തൽ കിടക്കാറുണ്ട്. ഞങ്ങൾക്ക് വാക്ക് തന്നത് തൃശ്ശൂർ സൂവിലേക്ക് വിടും, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറകെ പോകുമ്പോൾ അവർ ചെയ്ത ഒരു ചീറ്റിംഗ് ആണ്. ഈ നിൽക്കുന്ന ജനങ്ങൾ എല്ലാവരും അറിയണം ആ ചീറ്റിംഗ് ചെയ്തെന്താന്ന് പറഞ്ഞാൽ അമരമ്പലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പോയിട്ട് അവിടെ നിന്നിട്ട് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ നമ്മളവിടെ ലോ ആൻഡ് ഓർഡർ പരിധിയുള്ള പൂക്കോട്ടുംപാട് ചെയ്യാൻ തോന്നുന്നു. അദ്ദേഹം വരെ നമ്മൾ കയർ സംസാരിക്കുന്ന സിസ്റ്റം ഞങ്ങൾക്ക് ആക്രമണം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇനി ഇവിടെ ഇവിടുന്ന് ദൂരെ ഈ ഒരു പ്രദേശത്ത് നിന്ന് കുറെ ദൂരെ തന്നെ കൊണ്ടുപോയിട്ട് വിടണമെന്നൊരു ആവശ്യമാണ്. കാരണം ഈ പറഞ്ഞ ഒരു വാക്ക് പ്രകാരം തന്നെ കുറെ ഈ ഒരു പ്രദേശത്ത് വിടുകയാണെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് വരും എന്നുള്ളത് കൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ 2 മാസത്തോളമായി ജോലിക്ക് പോയിട്ടില്ല, മക്കൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല, പ്രാഥമിക കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഈ നാട്ടിലുള്ള പോലീസിനെ ഞങ്ങൾക്ക് വിശ്വാസമല്ല, ഫോറസ്റ്റിനെ ഞങ്ങൾക്ക് വിശ്വാസമല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം വ്യക്തമായിട്ട് ആ പുലിനെ പിടിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞ സൂവിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞു. പച്ചക്കളവ് പറഞ്ഞിട്ട് ഞങ്ങളെ മുന്നിൽ നിന്ന് അതിനെ കൊണ്ടുപോയ സാധനത്തിന്
അമരമ്പലത്തിലുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിൽ സുഖചികിത്സ കൊടുക്കാനാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും. അപ്പോൾ ഇതിനെ ദൂരത്തേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആവശ്യമാണ്. അപ്പൊ എന്തായാലും കടുവ പിടിയിലായിരിക്കുന്നു, അതിനെ ഭീതിയിൽ ആക്കണം എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ഞങ്ങളെ പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട അബ്ദുൽ ഗഫൂർ എന്ന പേരുള്ള 40 വയസ്സുള്ള സഹോദരനെ കടുവ കടിച്ചു കൊന്നു. അതേപോലെ ഞങ്ങൾ വളർത്തുന്ന വളർത്തുമൃഗങ്ങളെ ഈ സാധനം കൊന്നു. അതുകൊണ്ട് ഇതിനെ ഒരു നരഭോജിയായി പ്രഖ്യാപിച്ച് ഇതിനെ വെടിവെച്ച് കൊല്ലാനാണ് ഈ നാട്ടിലെ ജനങ്ങളുള്ളത്. അതിനൊരു തീരുമാനം ഇവിടെ വേണം. ഇതിൽ ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയമില്ല, കക്ഷി രാഷ്ട്രീയമല്ല, മതമല്ല. ഈ സാധനത്തിന് നരഭോജി ആയിട്ടുള്ള ഈ കടുവയെ വെടിവെച്ച് കൊല്ലാതെ കളക്ടറടക്കമുള്ള വൈൽഡ് ലൈഫ് വാർഡൻ അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരാതെ ഈ നാട്ടിലെ ജനങ്ങൾ പിന്മാറില്ല. അതെ, ഈ നിലപാടാണ് പിന്നെ ഇപ്പോൾ ഇവർ പറയുന്നത്. അപ്പോൾ ഇത് അടിച്ചമർത്താൻ കഴിയില്ല എന്നുള്ളത് കൂടിയാണ് ഇവർ പറയുന്നത്. കടുവ എന്തായാലും കൂടുതലായിരിക്കുന്നു, ആ ഒരു ഭീതി ഒഴിയുന്നു എന്നുള്ളത് ഈ നാടിനെ സംബന്ധിച്ച് ആശ്വാസകരം തന്നെയാണ്. അഭിത്തിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. അത് നാട്ടുകാരുടെ രോഷമാണ്, അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ നിലമ്പൂരൊക്കെ പോകുമ്പോൾ അവർ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ടായിരുന്നു, ഈ പറയുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾ സ്കൂളിലോട്ട് പോയിട്ട് തിരിച്ചു വരുന്നത് വരെ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയിട്ട് തിരിച്ചു വരുന്നത് വരെ, രാത്രി നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും പുറത്തു പോയാൽ തിരിച്ചു വരുന്നു, ആദി പേടി പ്രാണഭയം ഒക്കെ അവർ പറഞ്ഞതാണ്. അപ്പോൾ ആ രോഷം സാധൂകരിക്കപ്പെടേണ്ട രോഷമാണത്.